എന്താ എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഹായ്, എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ സ്ഥലം ഞാൻ കണ്ടില്ല? അടിപൊളി, എന്ത് ടേസ്റ്റ് ആണ് ഇതിനൊക്കെ. ടോമി ഡാ, ബെല്ലടിച്ചു. എല്ലാവരും പോയി. നീ ഇവിടെ കിടക്കാണോ? ഈ സമൂസ ഞാൻ ആർക്കും തരില്ല, ഇതെല്ലാം എനിക്കുള്ളതാ. സമൂസ എവിടെ? ഇത്രയും വലിയ സമൂസ? നിനക്കെന്താ വട്ടായോ? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മുന്തിരിക്കുട്ടാ, നീ ആയിരുന്നോ? ഞാൻ കരുതി വലിയ സമൂസ ആണെന്ന്. സോറി. അടിപൊളി. എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പറ. അതില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിച്ചോളാം അണ്ണാ.
അതൊക്കെ പോട്ടെ, നീ വേഗം വാ. നമുക്ക് ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുന്നേ ചൂട് സമൂസ പോയി തട്ടാം. അതിന് നിന്റേൽ കാശ് വല്ലതും ഉണ്ടോ? ഓ പിന്നെ, അല്ലെങ്കിൽ കാശുണ്ടായിട്ടല്ലേ നമ്മള് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. നീ വന്നേ. എന്നാലും ആ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ ഇനി കണ്ടാൽ വിടില്ലട്ടോ. അങ്കിൾ, സമൂസ ഉണ്ടോ? ആദ്യം ഇതുവരെ കഴിച്ചതിന്റെ കാശിങ്ങെടുക്ക്, എന്നിട്ട് മതി അടുത്ത കഴിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ കണ്ടാ വിടില്ലെന്ന്. പതുക്കെ, മിണ്ടാതിരിക്കി. എന്താണ് രണ്ടാളും ഒരു കുശുകുശുപ്പ്? അവൻ പറയാ ചേട്ടന് എന്ത് തങ്കപ്പെട്ട മനസ്സാണെന്ന്, അല്ലേടാ? ഏ? ആ, 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 അതെ, അതെ. ഉഹും. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ഇതുവരെയുള്ള കഴിച്ചതിന്റെ കാശ് തരാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞാൻ തരില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. ഇതങ്ങനെ വിറ്റാ പറ്റില്ല, എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഐഡിയ. അപ്പോ ഇതാണല്ലേ ഐഡിയ. അടിപൊളി. എന്റെ അമ്മേ, പാമ്പ്! ഇനിയാണ് കളി. നീ ഇത് പിടിച്ച് ഞാനൊരു വിസിലടിക്കും. അപ്പോൾ റിവേഴ്സ് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, ഡൺ. ഹേ, ക്യാൻറ്റീൻ അങ്കിൾ പോയോ? എവിടെ പോയി? ഞാനിവിടെ ഉണ്ടടോ. അങ്കിൾ, എനിക്കൊരു സമൂസ തരോ? നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? ആ പാമ്പ് പോകാതെ ഞാൻ എങ്ങനാ നിനക്ക് സമൂസ എടുത്തു തരുക? നിനക്ക് പാമ്പിനെ പേടിയൊന്നുമില്ലേ? ഹേയ്, അതിനെ ഞാൻ ഓടിച്ചു തരാം. പക്ഷേ എനിക്കെന്ത് തരും? നിനക്ക് ഇവിടെയുള്ള മുഴുവൻ സമൂസയും തരാം, ഒറ്റ കാശ് തരണ്ട. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാണേ സത്യം. വേഗം നോക്ക്. ടോമി, നീ ഒരു വീരൻ തന്നെ. ഇതൊക്കെ എന്ത്? ക്യാൻറ്റീൻ അങ്കിൾ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സമൂസ സമൂസ. ഇന്നുണ്ടാക്കിയ സമൂസ മുഴുവൻ കഴിഞ്ഞു ട്ടോ. ഇനി ചോദിക്കരുത്. താങ്ക് യു അങ്കിൾ. എടാ, ഇങ്ങനെ കഴിച്ചാ വയറ് പൊട്ടിപ്പോവും. സത്യം, ഇങ്ങനെ കഴിക്കരുത് ട്ടോ. അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അമ്മേ. ഗ്യാസ് കയറിയതാ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. കഞ്ഞിയോ? അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ.
അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. എണ്ണി നോക്കുക നിങ്ങൾ, എണ്ണി നോക്കുക നിങ്ങൾ. 8
തുമ്പത്ത് കൊമ്പും വെച്ച് മൂളിപ്പറക്കുന്നു കുഞ്ഞൻ കൊതു. മൂക്കിന്റെ തുമ്പത്ത് കൊമ്പും വെച്ച് മൂളിപ്പറക്കുന്നു കുഞ്ഞൻ കൊതു. കൂട്ടുകാരൊന്നിച്ചു കലപില മൂളി ഒപ്പത്തിനൊപ്പം പാറുന്നവർ. കൂട്ടുകാരൊന്നിച്ചു കലപില മൂളി ഒപ്പത്തിനൊപ്പം പാറുന്നവർ. ഒപ്പത്തിനൊപ്പം പാറുന്നവർ മൂളിപ്പറക്കണതാരാണ്? കുഞ്ഞിക്കൊതുകിന്റെ കുത്തുകൊണ്ട ചോര കുടിക്കുന്ന കുത്തുകൊണ്ട ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധികൾ വന്നു ചേരും. ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധികൾ വന്നു ചേരും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ ഒരുപാട് മുട്ടകൾ ഇട്ടുപോകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ ഒരുപാട് മുട്ടകൾ ഇട്ടുപോകും. പിന്നെ വിരിഞ്ഞു പറന്നവർ നമ്മുടെ ചോര കുടിച്ച് മൂളിപ്പാടും. ചോര കുടിച്ച് മൂളിപ്പാടും.